ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ ഗുരുദേവ ചരിതാമൃതങ്ങളിലൂടെയുള്ള ഒരു യാത്ര നമ്മൾ നടത്തി തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. വിവിധങ്ങളായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു വരുന്ന ഇതിൽ ഇന്ന് പൂത്തോട്ട ശ്രീ വല്ലഭ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എറണാകുളം വൈക്കം റോഡിൻ്റെ വലത് പാർശ്വത്വമായി എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളുടെ അതിർത്തി പ്രദേശമായ വേമ്പനാട്ടു കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഗ്രാമമാണ് പൂത്തോട്ട. തിരുവിതാംകൂർ ഈഴവ കുടുംബ സഹായ സംഘം എന്നൊരു സംഘടന ഈ പ്രദേശത്തെ ഈഴവരുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു പോന്നിരുന്നു. ഈ സംഘടന സ്ഥാപിച്ചതും അതിന് നേതൃത്വം നൽകിയതും വളരെ വലിയ ഒരു ഉൽപ്പതിഷ്ണുവായിരുന്ന കുലശേഖരമംഗലം പുറ്റിനാൽ പാപ്പി വൈദ്യനായിരുന്നു. അദ്ദേഹം മദ്യം വിഷമാണ്, അതെടുക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ മദ്യമുക്തരാക്കാൻ അശ്രാന്തം പരിശ്രമിച്ചു. തുടർന്ന് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഒരു സന്ദേശത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രവൃത്തി സ്കൂളും സ്ഥാപിച്ചു. ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തിന് ശേഷമാണ് ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം സ്ഥാപിക്കുവാൻ വൈദ്യർ ആരംഭം കുറിച്ചത്. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശ്രമം 1884 ആരംഭിച്ചെങ്കിലും ശ്രീകോവിലിൻ്റെ പണി പൂർത്തീകരിച്ച് പ്രതിഷ്ഠ നടന്നത് 9 വർഷം കഴിഞ്ഞ് 1893 ഫെബ്രുവരി 22 ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നാരായണ ഗുരുവിനാലാണ് നടന്നത്. ശ്രീ ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടെ അനേക മഹത്തുക്കൾ പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുത്തിരുന്നു. ശിവക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവും പ്രത്യേകം വേണമെന്ന് സംഘാടകർക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ക്ഷേത്രം മതിയെന്ന് തീരുമാനിച്ചു. അങ്ങനെ കിഴക്ക് ശിവപ്രതിഷ്ഠ നടത്തുകയും പുറകിൽ ആറാട്ടു ദേവതയായി സുബ്രഹ്മണ്യനെയും സങ്കല്പിച്ചു. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ അഭിഷേകമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. പൂജാവിധികൾ ഗുരു തന്നെ കൽപ്പിക്കുകയും വൈദ്യൻ്റെ അഭിലാഷപ്രകാരം ശ്രീനാരായണ വല്ലഭ ക്ഷേത്രമെന്ന് ഗുരു പേര് നൽകുകയും ചെയ്തു. പുറകിൽ തുറക്കാവുന്ന വാതിലുള്ള ഒരേ ഒരു ക്ഷേത്രം ഒരുപക്ഷെ ഈ ക്ഷേത്രം മാത്രമായിരിക്കും. വർഷത്തിലൊരിക്കൽ കാവടി പൂജയ്ക്ക് വേണ്ടി മാത്രം ഈ വാതിൽ തുറക്കും. ആറാട്ടോടനുബന്ധിച്ച് സുബ്രഹ്മണ്യ സങ്കല്പത്തിൽ ശിവലിംഗത്തിൽ പൂജകൾ നടത്തുന്നു. പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരു പുറത്തേക്കിറങ്ങിയപ്പോൾ ഗുരുവിൻ്റെ ശിരസ് പടിയിൽ ഒന്ന് മുട്ടി. അപ്പോൾ ഇവിടെ മുട്ടുവരില്ല എന്ന് ഗുരു അനുഗ്രഹപൂർവം അരുളി. അത് ഇന്നും സത്യമായി അനുഭവിച്ചു പോരുന്നു. മാത്രമല്ല, പ്രതിഷ്ഠ കഴിഞ്ഞ് ശ്രീകോവിലിന് പുറത്തിറങ്ങിയ ഗുരു അവിടെ കൂടി നിന്ന ഭക്തജനങ്ങളോട് ഈ ക്ഷേത്രത്തിന് ചുറ്റും വിദ്യാലയങ്ങൾ ഉണ്ടാവണമെന്ന് ഉപദേശിച്ചു. ഗുരുവിൻ്റെ ഈ ഉപദേശം പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഭിമാനകരമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്തേ.